ലോകാത്ഭുതങ്ങളിലൊന്നായ ഐഫൽ ടവർ വിൽപ്പനയ്ക്കിട്ടാൽ എങ്ങനെയുണ്ടാകും? പക്ഷെ അതിലും കാഞ്ഞ ബുദ്ധിയല്ലേ ഐഫൽ ടവർ പൊളിച്ചു നീക്കി ആക്രിയായി വിൽക്കുന്നത്? അതെ, ലോകാത്ഭുതങ്ങളിലൊന്നായ ഐഫൽ ടവർ പൊളിച്ചു വിൽക്കാൻ പോകുന്നു. ഇത് വെറുമൊരു തട്ടിപ്പ് മാത്രമായിരുന്നു. കാഞ്ഞ ബുദ്ധിയുള്ള കള്ളൻ തന്നെ. പക്ഷേ അവന് കിട്ടിയതോ കോടികൾ. ലോകത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും നൂറ്റാണ്ടുകളായി നടക്കുന്നതാണ്. എന്നാൽ പല ചരിത്രകാരന്മാരും കുറ്റാന്വേഷണ വിദഗ്ധരും മറക്കാത്തൊരു തട്ടിപ്പുണ്ട്. ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പ്. 1925 വിക്ടർ ലസ്റ്റിഗ് എന്ന അതിവിരുദ്ധനായ കബളിപ്പിക്കൽ വിദഗ്ധനായിരുന്നു സൂത്രധാരൻ. നഗരത്തിന്റെ പ്രതീകമായ ഐഫൽ ടവർ പൊളിച്ചു നീക്കി ആക്രിയായി വിൽക്കാൻ പോകുകയാണെന്ന് ഒരു സംഘം ഇരുമ്പ് വ്യാപാരികളെ വിശ്വസിപ്പിക്കാൻ ലസ്റ്റിഗിന് കഴിഞ്ഞു. അക്കാലത്ത് ഐഫൽ ടവർ ഇന്നത്തെ പോലെ ശ്രദ്ധേയമായിരുന്നില്ല. 1889 എക്സ്പോസിഷൻ യൂണിവേഴ്സൽ എന്ന ലോകമേളയുടെ ഭാഗമായി നിർമ്മിച്ച ഇതിനെ പല പാരീസുകാരും ഒരു ശല്യമായാണ് കണ്ടിരുന്നത്. കാലപ്പഴക്കം ചെന്ന ഈ ഇരുമ്പ് ഗോപുരത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഭീമമായ ചെലവ് വരുന്നുണ്ടെന്ന് വാർത്തകളും വന്നിരുന്നു. ഈ റിപ്പോർട്ടുകളെ സമർത്ഥമായി ഉപയോഗിച്ചാണ് ലസ്റ്റിഗ് വിശ്വാസ്യതയുണ്ടാക്കിയത്. ഫ്രഞ്ച് തപാൽ ടെലഗ്രാഫ് മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായി വേഷമിട്ട ലസ്റ്റിഗ് വ്യാജ ഔദ്യോഗിക രേഖകൾ ചമച്ച് പ്രമുഖരായ 6 ആക്രി വ്യാപാരികളെ പാരീസിലെ ഒരു ആഡംബര ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. ഐഫൽ ടവർ പൊളിച്ചു നീക്കി അതിലെ ലോഹം വിൽക്കാൻ സർക്കാർ രഹസ്യമായി തീരുമാനിച്ചെന്ന് അവിടെ വെച്ച് അയാൾ അവരെ അറിയിച്ചു. രഹസ്യ സ്വഭാവം നിലനിർത്താനും പൊതുവിവാദങ്ങൾ ഒഴിവാക്കാനും വേണ്ടി തെരഞ്ഞെടുത്ത ഏതാനും കരാറുകാരെ മാത്രമാണ് ലേലത്തിന് ക്ഷണിച്ചതെന്നും അയാൾ അവരെ ധരിപ്പിച്ചു. വ്യാപാരികളുമായി നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കിടെ ലാഭകരമായ ഈ കരാർ നേടാൻ അതിയായി ആഗ്രഹിച്ച ഒരാളെ ലസ്റ്റിഗ് തിരിച്ചറിഞ്ഞു. ആ വ്യാപാരി ലസ്റ്റിഗിന് വലിയൊരു തുക നൽകി. പണം കൈക്കലാക്കിയ ഉടൻ തന്നെ ലസ്റ്റിഗ് ഓസ്ട്രേലിയയിലേക്ക് കടന്നു. കബളിപ്പിക്കപ്പെട്ടതിനും കൈക്കൂലി നൽകാൻ ശ്രമിച്ചതിനും പൊതുസമൂഹത്തിൽ അപമാനിതനാകുമെന്ന ഭയം കാരണം ആ വ്യാപാരി പോലീസിൽ പരാതിപ്പെട്ടില്ല. ഈ നിശബ്ദത നൽകിയ ധൈര്യത്തിൽ ലസ്റ്റിഗ് വീണ്ടും പാരീസിലെത്തി അതേ തട്ടിപ്പ് ആവർത്തിച്ചു. എന്നാൽ ഇത്തവണ വ്യാപാരികളിൽ ഒരാൾക്ക് സംശയം തോന്നുകയും അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു. അടുത്ത തുക കൈപ്പറ്റുന്നതിന് മുൻപ് ലസ്റ്റിഗിന് അവിടെ നിന്നും രക്ഷപ്പെടേണ്ടി വന്നു. മനഃശാസ്ത്രപരമായ കൗശലങ്ങളുടെ ഉത്തമ ഉദാഹരണമായാണ് ഐഫൽ ടവർ തട്ടിപ്പ് ഇന്നും വിലയിരുത്തപ്പെടുന്നത്. ലസ്റ്റിഗിന്റെ വ്യാജരേഖകളും മാന്യമായ പെരുമാറ്റവും വിശ്വസനീയമായ അഭിനയവും അവിശ്വസനീയമായ ഒരു കഥയെ തികച്ചും വിശ്വസനീയമാക്കി മാറ്റി. ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായി ചരിത്രകാരന്മാരും കുറ്റാന്വേഷണ വിദഗ്ധരും ഇന്നും ഐഫൽ ടവർ തട്ടിപ്പിനെ പഠന വിഷയമാക്കുന്നു. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.